നമസ്കാരം. എല്ലാവർക്കും മാത്ത് വി ലേണിംഗ് +1 +2 ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. +2 പരീക്ഷ മാർച്ച് 2024 വരാൻ പോകുന്ന +2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് റിവിഷൻ PYQ സെഷൻ ആണ് കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Find the vector and Cartesian equation of the line passing through the point 1, 2, 3 and parallel to the vector 3i plus 2j minus 2k. 1, 2, 3 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന 3i plus 2j minus 2k എന്ന് പറയുന്ന വെക്ടറിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അതിന്റെ ഇക്വേഷൻ വെക്ടർ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? r is equal to vector a plus ലാംഡ ഇൻറ്റു വെക്ടർ ബി. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? പോയിന്റ് ഓൺ ദ ലൈൻ, അതിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് ആ ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ അല്ലെ. ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അപ്പോൾ സ്മോൾ എ എന്തായിരിക്കും? എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? i പ്ലസ് 2j പ്ലസ് 3k എന്ന് എഴുതാം അല്ലെ. ഈ 1, 2, 3നെ എക്സ് വൈ സെഡ് ആക്കി എഴുതിയ ഒരു വെക്ടർ ആക്കി മാറ്റിയാൽ മതി. ഇനി ബി എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അതെന്താണ്? 3i പ്ലസ് 2j മൈനസ് 2k. അത് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ ആണ്. നമ്മുടെ ലൈനിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടർ ആണ് അത്. ശരിയല്ലേ? ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ആ ഫോമിലേക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട്. എന്ത് കിട്ടും നമുക്ക്? നോക്കി നോക്കൂ. r ഈക്വൽ ടു എ എന്ന് പറയുന്ന വെക്ടർ i പ്ലസ് 2j പ്ലസ് 3k പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറയുന്ന വെക്ടർ 3i പ്ലസ് 2j മൈനസ് 2k. ഇതാണ് വെക്ടർ ഫോം, വെക്ടർ ഇക്വേഷൻ. വെക്ടർ ഇക്വേഷൻ ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? കാർട്ടീഷ്യൻ ഇക്വേഷനാ. കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സ് മൈനസ് x1 ബൈ എ ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ഈക്വൽ ടു z മൈനസ് z1 ബൈ സി അല്ലെ. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ട് വരുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് അല്ലെങ്കിൽ ഡയറക്ഷൻ നമ്പേഴ്സ് നമുക്ക് പറയാം. ഇവിടെ 3, 2, -2 എന്ന് പറയാം. പിന്നെ x1, y1, z1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ് 1, 2, 3 അല്ലെ. അപ്പൊ കാർട്ടീഷ്യൻ ഇക്വേഷൻ എങ്ങനെ വരും? x മൈനസ് 1 ബൈ എ എന്ന് പറയുന്നത് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് 2 ബൈ സി ബി എന്ന് പറയുന്നത് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് 3 അല്ലെ. z മൈനസ് 3 ബൈ സി എന്ന് പറയുന്നത് -2. ഇതാണ് കാർട്ടീഷ്യൻ ഇക്വേഷൻ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. 3 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇത് 2023 മാർച്ചിലെ ചോദ്യമാണ് കേട്ടോ. 2023 മാർച്ചിൽ ചോദിച്ച 3 മാർക്കിന്റെ ചോദ്യമാണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. എന്താണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഇറ്റ് ഈസ് a2 മൈനസ് a1 ഇൻറ്റു a1 ഡോട്ട് ഓക്കെ വെക്ടർ ആണ്. b1 ക്രോസ് b2 അതും വെക്ടർ ആണ്. b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊജക്ഷൻ ആണ് അല്ലെ. a2 മൈനസ് a1ന്റെ പ്രൊജക്ഷൻ ഓൺ b1 ക്രോസ് b2. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് a1 എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ലൈനിന്റെ കൂടെ വരുന്ന വെക്ടർ ആണ്. ഇതാണ് b1. ഓക്കെ, ആൻഡ് ദിസ് ഇസ് a2 ആൻഡ് ദിസ് വൺ ഇസ് b2. ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യം a2 മൈനസ് a1 കണ്ടുപിടിക്കാം. വെക്ടർ a2 മൈനസ് a1 is 2 മൈനസ് i അല്ലെ. 2i മൈനസ് i എന്ന് വരും. മൈനസ് j മൈനസ് 2j മൈനസ് 3j എന്ന് വരും. 4k മൈനസ് k പ്ലസ് 3k എന്ന് വരും. 4k മൈനസ് k പ്ലസ് 3k. ഇനി അടുത്തത് b1 ക്രോസ് b2 നമ്മൾ കണ്ടുപിടിക്കണം. ക്രോസ് പ്രൊഡക്റ്റ് ആണ്. ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. b1 ക്രോസ് b2 is i j k. ഇനി b1ന്റെ വെക്ടർ കമ്പോണൻസ് 1, 1, 1 ആണ്. 1, 1, 1. b2ന്റെ വെക്ടർ കമ്പോണൻസ് 2, 1, 2. വെക്ടർ കമ്പോണൻസ് എന്നല്ല, സ്കെയിലർ കമ്പോണൻസ് എന്നാ പറയാ അല്ലെ. i ഇൻറ്റു ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുക. 2 മൈനസ് 1 മൈനസ് j ഇൻറ്റു കോളം റോയും കളഞ്ഞാൽ 2 മൈനസ് 2 പ്ലസ് k ഇൻറ്റു 1 മൈനസ് 2 1 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു i. ഇത് 0 ആയി പോവും. മൈനസ് k. ഇതാണ് b1 ക്രോസ് b2 എന്ന് പറയുന്നത്. ഇനി മോഡ് b1 ക്രോസ് b2 നമ്മൾ കണ്ടുപിടിക്കണം. അതെന്ത് കിട്ടും?
റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ അല്ലെ, 1 സ്ക്വയർ തന്നെയാണ് റൂട്ട് 2 എന്ന് വരും അല്ലെ. അപ്പൊ b1 ക്രോസ് b2 എന്ന് പറയുന്ന റൂട്ട് 2 ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2. ശരിയല്ലേ, b1 ക്രോസ് b2 അതെന്താ, ഈ a2 മൈനസ് a1 ഉം b1 ക്രോസ് b2 തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 1 into 1 1 എന്ന് വരും, പ്ലസ് മൈനസ് 3 into 0 അത് 0 ആയി പോവും, പ്ലസ് 3 into മൈനസ് 1 മൈനസ് 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 എന്ന് നമുക്ക് ഇവിടെ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 കിട്ടും. ഇനി ഈ ഇക്വേഷനകത്ത് ഡിസ്റ്റൻസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി ഡിസ്റ്റൻസ് d ഈക്വൽ ടു മോഡുലസ് മൈനസ് 2 ബൈ റൂട്ട് 2. ശരിയല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഈ മൈനസ് 2 മൈനസ് ഇപ്പോൾ മോഡുലസ് ആയതുകൊണ്ട് മുകളില് എന്താണ് 2 ഉം താഴെ റൂട്ട് 2 ആണ്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റൂട്ട് 2 മുകളിൽ കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്. 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. ഇതും 2023 മാർച്ചിലെ ചോദ്യമാണ്, ശ്രദ്ധിച്ചു ചെയ്യാം. അടുത്തത് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചത്, പ്ലെയിൻ ഒന്നും നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. സ്ക്യൂ ലൈൻസിന് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസിന്റെ ഫോർമുല എഴുതാം. മോഡുലസ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 divided by mod b1 cross b2 ശരിയല്ലേ, ഇങ്ങനെ ഫോർമുല കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കണം. a2 മൈനസ് a1 ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് a1, ഇതാണ് a2. അപ്പൊ ഇവിടെ നിങ്ങളുടെ മൈനസ് ചെയ്താൽ മതി. 2 മൈനസ് 2i മൈനസ് i മൈനസ് j മൈനസ് 2j മൈനസ് 3j മൈനസ് k മൈനസ് 2k അല്ലെ. ഇനി b1 ക്രോസ് b2 കണ്ടുപിടിച്ചോളൂ. b1 ക്രോസ് b2 ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. i j k. b1 ന്റെ കമ്പോണൻസ് 1 മൈനസ് 1 1 2 1 2. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുക. i ഇൻറ്റു മൈനസ് 2 മൈനസ് 1 മൈനസ് j ഇൻറ്റു 2 മൈനസ് 2 പ്ലസ് k ഇൻറ്റു 1 പ്ലസ് 2 1 പ്ലസ് 2 അല്ലെ, ഇത്രയും വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3i, ഇത് 0 ആയി പോയി, പ്ലസ് 3k അല്ലെ. ഇതാണ് b1 ക്രോസ് b2 വരിക. അതിന്റെ മോഡുലസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. മോഡ് b1 ക്രോസ് b2 is റൂട്ട് ഓഫ് മൈനസ് 3 ന്റെ സ്ക്വയർ 9 പ്ലസ് 3 ന്റെ സ്ക്വയർ അഗെയിൻ 9. എന്ത് വരും, റൂട്ട് 9 പുറത്തേക്ക് എടുത്താൽ അത് 3 വരും അല്ലെ. 3 റൂട്ട് 2 എന്ന് എഴുതാം നമുക്ക്, കാരണം ഇത് 2 9 ഇല്ലേ, 3 സ്ക്വയർ ആണ്. 2 3 സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ 3 വരും. ബാലൻസ് 1 പ്ലസ് 1 2 റൂട്ട് 2 എന്ന് വരും. 3 റൂട്ട് 2 ആണ് ഇതിന്റെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തും കൂടെ വേണം, ഇനി ആ ഡോട്ട് പ്രൊഡക്റ്റും കൂടെ വേണം അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് എഴുതുക. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 അതെന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതാണ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2. ഇത് ഇപ്പൊ മൈനസ് 3 പ്ലസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും അല്ലെ. 3 ആണ് വാല്യൂ വരിക. ഇനി ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. d ഈക്വൽ ടു എന്താ കിട്ടാം, 3 ബൈ 3 റൂട്ട് 2 അല്ലെ. 3 ബൈ 3 റൂട്ട് 2 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ നോക്കണേ. 3 ബൈ 3 റൂട്ട് 2 എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടെ ഒരു മിനിറ്റ്, ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 പ്ലസ് 2 3 അല്ലെ. 3 തന്നെ അല്ലേ വരിക. യെസ്, ഇവിടെ ഒരു ഇതിലൊരു മൈനസ് 2 ഉണ്ട് അല്ലെ. യെസ്, ഇവിടെ ഒരു മൈനസ് 2 ഉണ്ട്, ഞാനത് വിട്ടുപോയി. ഇവിടെ മൈനസ് 2 ആണ്. അപ്പൊ ഇത് മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ ഇത് മൈനസ് അല്ലേ വരിക, മൈനസ് 6 എന്നാ വരിക അല്ലെ. ഇത് മൈനസ് 6 ആണ്. ദർഫോർ ദിസ് മൈനസ് 9, ദിസ് ഇസ് മൈനസ് 9. ഓക്കെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പൊ ഇവിടെ മൈനസ് 9 ആണ് വരിക. ദിസ് ഇസ് മൈനസ് 9. അപ്പൊ ഒരു 3 കട്ട് ചെയ്ത് കളഞ്ഞാൽ 3 ബൈ റൂട്ട് 2 എന്ന് നമുക്ക് ആൻസർ എഴുതാം. 3 ബൈ റൂട്ട് 2. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഓക്കെ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആണ്. ഇപ്പൊ ചെയ്തതിൽ 3 ദിവസം ചെയ്ത രണ്ടാമത്തെ ക്വസ്റ്റനും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. അടുത്ത് നോക്കൂ, 4ാമത്തെ ചോദ്യം. The Cartesian equation of two lines is given by x plus 1 by 7 equal to y plus 1 by minus 6 equal to z plus 1 by 1 and x minus 3 by 1 equal to y minus 5 by minus 2 equal to z minus 7 by 1. Write the vector equation of these lines. 2 മാർക്കാണ്. Then shortest distance between two lines. ആ 2 ലൈൻസിന് ഇടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം വെക്ടർ ഇക്വേഷൻ എഴുതാം നമുക്ക്. ഫസ്റ്റ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതും?
ഇവിടെ എഴുതുമ്പോൾ എക്സ് മൈനസ് എക്സ് വൺ ബൈ എ ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ ബി ഈക്വൽ ടു സെഡ് മൈനസ് സെഡ് വൺ ബൈ സി എന്നാണ് എഴുതുക അല്ലെ. മൈനസ് വന്നാൽ പോസിറ്റീവ് വാല്യൂ എടുക്കുക, പ്ലസ് ആണ് വരുന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുക്കണേ. അപ്പൊ ആർ ഈക്വൽ ടു അവിടുത്തെ പോസിറ്റീവ് വാല്യൂ ആണ് എല്ലാം വന്നിട്ടുള്ളത്, അപ്പൊ അതുകൊണ്ട് നെഗറ്റീവ് എടുക്കണം. മൈനസ് ഐ മൈനസ് ജെ മൈനസ് കെ പ്ലസ് ലാംഡ ഇൻറ്റു താഴെ വരുന്ന നമ്പേഴ്സ് അതുപോലെ തന്നെ എഴുതുക. 7i മൈനസ് 6j പ്ലസ് കെ. ഇതാണ് ഫസ്റ്റ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ. സെക്കൻഡ് ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ ഇതുപോലെ തന്നെ എഴുതുക. ആർ ഇസ് ഈക്വൽ ടു ഇവിടെ നെഗറ്റീവ് ആണ് എല്ലാം, അപ്പൊ പോസിറ്റീവ് എടുക്കാം. 3i സോറി നോട്ട് 5 3i ആണ്. 3i പ്ലസ് 5j പ്ലസ് 7k പ്ലസ് മ്യൂ ഇൻറ്റു i മൈനസ് 2j പ്ലസ് k എന്ന് വരും അല്ലെ. ഇതാണ് രണ്ട് വെക്ടർ ഇക്വേഷൻ. അപ്പൊ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. പിന്നെ വേണ്ടത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഡി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എല്ലാ ക്വസ്റ്റനിലും മസ്റ്റ് ആയിട്ട് എഴുതി വെക്കണേ. a2 മൈനസ് a1 ഡോട്ട്. ഇനി നിങ്ങൾക്ക് b1 ക്രോസ് b2 ഡോട്ട് a2 മൈനസ് a1 എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ മാറി എഴുതുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. b1 ക്രോസ് b2 ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഡോട്ട് ക്രോസ് പ്രൊഡക്റ്റ് മാത്രമേ അങ്ങനെ എഴുതാൻ പാടില്ലാത്തുള്ളൂ. ക്രോസ് b2 അല്ലെ. ഇതിനകത്ത് ഓരോരോ വാല്യൂസ് ആയിട്ട് കണ്ടുപിടിച്ചോളൂ. a2 മൈനസ് a1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് എവിടെ നിന്ന് അങ്ങോട്ട് മൈനസ് ചെയ്യുക. 3 മൈനസ് മൈനസ് ജെ അല്ലെ. 3 മൈനസ് മൈനസ് ആയി, അപ്പോൾ 4i പിന്നെ 5 മൈനസ് 5 മൈനസ് മൈനസ് 1 ദാറ്റ് ഇസ് 6j. അടുത്തത് 7 മൈനസ് മൈനസ്, ഇപ്പോൾ 8k എന്ന് വരും. ശരിയല്ലേ? കറക്റ്റ് ആയിട്ട് നോക്കണേ. അങ്ങനെ തന്നെയല്ലേ വരുന്നു എന്നുള്ളത്? യെസ് ആണ്. ഇനി b1 ക്രോസ് b2 കണ്ടുപിടിക്കണം. ക്രോസ് പ്രൊഡക്റ്റ് b1 ക്രോസ് b2 b1 ക്രോസ് b2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് i j k. ആ വെക്ടേഴ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കി എഴുതുക. ഇതാണ് b1 എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് 7 മൈനസ് 6 1. ഇതാണ് b2 1 മൈനസ് 2 1. ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. എന്ത് വരും? i ഇൻറ്റു മൈനസ് 6 പ്ലസ് 2 മൈനസ് j ഇൻറ്റു 7 മൈനസ് 1 പ്ലസ് k ഇൻറ്റു മൈനസ് 14 പ്ലസ് 6. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 4i മൈനസ് 6j പിന്നെ ഇവിടെ വരുന്നത് മൈനസ് 8k. ശരിയാണല്ലോ? അപ്പൊ ഇതാണ് b1 ക്രോസ് b2. ഇനി അതിന്റെ മോഡുലസും കൂടെ നോക്കിക്കോളൂ. മോഡ് b1 ക്രോസ് b2 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 സ്ക്വയർ 16 പ്ലസ് 6 സ്ക്വയർ 36 പ്ലസ് 8 സ്ക്വയർ 64. എത്ര വരും? റൂട്ട് ഓഫ് 116 എന്ന് വരും അല്ലെ. നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഡോട്ട് പ്രൊഡക്റ്റ് കൂടെ കണ്ടുപിടിക്കണം അല്ലെ. ഡോട്ട് പ്രൊഡക്റ്റ് കൂടെ കണ്ടുപിടിക്കണം. a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു a2 മൈനസ് a1 എന്ന് പറഞ്ഞാൽ ഇതേ വാല്യൂ തന്നെയാണ് വരുന്നത് അല്ലെ. പോസിറ്റീവ് ആണെന്ന് മാത്രം. 4i പ്ലസ് 4 6j പ്ലസ് 8k. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ മൈനസ് പ്ലസ് 4 ഇൻറ്റു മൈനസ് 4 എന്ന് വരും, പ്ലസ് 6 ഇൻറ്റു മൈനസ് 6 എന്ന് വരും, പ്ലസ് 8 ഇൻറ്റു മൈനസ് 8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 16 മൈനസ് 36 ഓക്കെ മൈനസ് 36 മൈനസ് 64 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 116 എന്ന് വരും അല്ലെ. ഇനി ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് 116 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 116 എന്ന് വരും. മോഡുലസ് ഒഴിവാക്കുമ്പോൾ റൂട്ട് ഓഫ് 116 എന്ന് വരും. മുകളിലുള്ള വാല്യൂ റൂട്ടായിട്ട് മാറും അല്ലെ. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഈ രണ്ട് ലൈൻസിന് ഇടയ്ക്കുള്ളത്. അപ്പൊ ടോട്ടൽ 4 മാർക്കാണ് ഈ ചോദ്യത്തിനോട്. അടുത്തത് 5ാമത്തെ ചോദ്യം നോക്കാം. സെയിം ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യനിലെ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. രണ്ട് ലൈൻസിനിടയ്ക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ കാർട്ടീഷ്യൻ ഫോമിലാണ് ലൈൻ തന്നിട്ടുള്ളത്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? cos θ ഈക്വൽ ടു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ശരിയല്ലേ? ഇതാണ് ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതാണ് a1 b1 c1, ഇതാണ് a2 b2 c2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 5 ഇൻറ്റു 8 പ്ലസ് മൈനസ് 3 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അല്ലെ. മൈനസ് 3 സ്ക്വയർ ആണ്, 3 സ്ക്വയർ എന്ന് എഴുതാം. 1 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 മൈനസ് 12 മൈനസ് 14
ഇത് 8×5 40 മൈനസ് 14 26 എന്ന് വരും അല്ലെ. 26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇത് എത്ര കിട്ടും? 4 + 25 പ്ലസ് 4 + 25 പ്ലസ് 9 എന്ന് കിട്ടും. ആൻഡ് ഇതോ ഇത് 1 + 64 പ്ലസ് 16 എന്ന് കിട്ടും. 80 81 അത് 9 എന്ന് വരും അല്ലെ. ആ ഒരു വാല്യൂ 9 എന്ന് കിട്ടും. റൂട്ട് 81 ആണ്. അപ്പൊ 26/9 ഇൻറ്റു റൂട്ട് ഓഫ് ബാലൻസ് വരുന്ന സംഖ്യ 29 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 29 പ്ലസ് 9 is 38 അല്ലെ. 38 എന്ന് വരും. റൂട്ട് 38. Therefore തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് ഇൻവേഴ്സ് ഓഫ് 26/9 റൂട്ട് 38 റൂട്ട് 38 അല്ലെ. ഇതാണ് ആൻസർ വരിക. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ചോദ്യമാണ് ഇത്. ഓർത്തു വയ്ക്കാം. അടുത്ത് നോക്കാം 6ാമത്തെ ചോദ്യം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം തന്നെയാണ് എഗെയിൻ. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല മോഡുലസ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ തിയറി ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാം, കാണാം. മൈനസ് ചെയ്യുക 3i പ്ലസ് 3i 3j പ്ലസ് 6k മൈനസ് 3k 3k അല്ലെ. ഇനി v1 ക്രോസ് b2 that is equal to modulus I j k and 1 minus 3 2 3 and 1 expand ചെയ്താൽ കിട്ടുന്നത് I into minus 3 minus 6 minus j into 1 minus 4 plus k into 3 plus 6 that is equal to minus 9i plus 3j plus 9k എന്ന് വരും അല്ലെ. ഇതാണ് b1 ക്രോസ് b2. ഇനി അതിന്റെ മോഡുലസും കൂടെ എഴുതിക്കോളൂ. മോഡ് b1 ക്രോസ് b2 എന്തായിരിക്കും? അത് റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ. എല്ലാത്തുനിന്നും 3 സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ ഇവിടെ 3 റൂട്ടിൽ പുറത്ത് വരും. ബാക്കി ഇവിടെ 3 സ്ക്വയർ ഉണ്ട് 9 പ്ലസ് ഇവിടെ 1 ഉണ്ട് പ്ലസ് 3 സ്ക്വയർ ഉണ്ട് 9 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 റൂട്ട് 19 വരും. ഇതാണ് മോഡ് b1 ക്രോസ് b2. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഡോട്ട് പ്രൊഡക്റ്റും കൂടെ നമുക്ക് എടുക്കണം. a2 minus a1 dot b1 cross b2 that is equal to 3 into minus 9 plus 3 into 3 plus 3 into 9 അല്ലെ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. ബാലൻസ് ഇവിടെ 9 എന്ന് വരും. Therefore നമ്മുടെ ഡിസ്റ്റൻസ് എന്താ നോക്കിക്കേ. b is equal to 9 by 3 root 19 എന്ന് വരും അല്ലെ. ദാറ്റ് ഈസ് ആ 3 നമുക്ക് കട്ട് ചെയ്ത് കളയാം. 3 by root 19 ആണ് നമ്മുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ്. സെയിം അത് തന്നെയാണ് അല്ലെ. d ഈക്വൽ ടു മോഡുലസ് a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മോഡ് b1 ക്രോസ് b2 എന്ന് നമ്മൾ എഴുതും. ദെൻ a2 മൈനസ് a1 എഴുതുക. എന്താ വരിക? ദാറ്റ് ഇസ് i മൈനസ് i 0 എന്ന് വരും അല്ലെ. 0. പിന്നെ j മൈനസ് 2j മൈനസ് j എന്ന് വരും. k മൈനസ് 3k മൈനസ് 2k എന്നും കിട്ടും. ഓക്കെ, അടുത്തത് b1 ക്രോസ് b2 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് i j k 1 1 1 1 1 1 എന്ന് വരും. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ നിങ്ങൾ. ഇത് രണ്ടും എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലെ. പാരലൽ ലൈൻസ് ആണെങ്കിൽ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്നാണ് കിട്ടുക. അപ്പൊ അത് കണ്ടുപിടിക്കേണ്ട. പാരലൽ ലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഫോർമുലയിൽ ചെറിയൊരു മാറ്റം വരുത്താം. എന്താ ഫോർമുലയിലെ മാറ്റം? ഓക്കെ, ഞാനത് ഇവിടെ കറക്റ്റ് ചെയ്ത് എഴുതുന്നുണ്ട്. b1 ക്രോസ് b2 എന്ന് പറഞ്ഞ രണ്ട് b1 ഉം b2 ഇവിടെ ഉണ്ടാവില്ല. അത് ആദ്യമേ നോക്കേണ്ടതാണ് കേട്ടോ. ഇത് ക്രോസ് പ്രൊഡക്റ്റ് വിത്ത് b1 വെക്ടർ b1 ഡിവൈഡഡ് ബൈ മോഡ് b1 ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ b1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വെക്ടർ ആണ്. അപ്പോൾ b1 is അല്ലെങ്കിൽ b എന്ന് പറഞ്ഞാലും മതി. i പ്ലസ് j പ്ലസ് k രണ്ടും ഒരേ വെക്ടർ ആണെങ്കിൽ പാരലൽ ലൈൻസ് ആണേ മറക്കരുത്. ഇനി അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തോളൂ. a2 മൈനസ് a1 ക്രോസ് b അല്ലെങ്കിൽ b1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് i j k പിന്നെ 0 മൈനസ് 1 മൈനസ് 2 ഇവിടെ 1 1 1 എന്ന് വരും. ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നോക്കിയേ. i ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 മൈനസ് j ഇൻറ്റു 0 plus 2
പ്ലസ് കെ ഇൻറ്റു 0 പ്ലസ് 1 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ മൈനസ് 2j പ്ലസ് കെ എന്ന് വരും അല്ലെ. ഇനി ഇതിന്റെ മോഡുലസ് കൂടെ എടുക്കണേ. ഇതിന്റെ മോഡുലസ് എടുത്താലേ ഇത് നമ്പർ ആയിട്ട് മാറുള്ളൂ. അപ്പൊ മോഡ് ദിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 6 എന്ന് വരും. ശരിയല്ലേ? ഇനി മോഡുലസ് ബി എന്താണെന്ന് കൂടെ നോക്കണം. മോഡുലസ് ബി ഈസ് റൂട്ട് 1 പ്ലസ് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ റൂട്ട് 3. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്ത് ഡിസ്റ്റൻസ് പറയാം. എന്തായിരിക്കും ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് റൂട്ട് 6 ബൈ റൂട്ട് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6 ബൈ 3 എന്ന് എഴുതാം നമുക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടും പാരലൽ വെക്ടേഴ്സ് ആണെന്നുള്ള കാര്യം, സോറി ലൈൻസ് ആണെന്നുള്ള കാര്യം മറക്കരുതേ. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 6 ക്വസ്റ്റ്യൻസ്. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്നും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. മാർച്ച് പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ മാത്രമാണ് കേട്ടോ ഇത്. ഈ കഴിഞ്ഞ എല്ലാ മാർച്ച് പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ നമുക്ക് ആവശ്യമുള്ള സിലബസിലുള്ളത്. പ്ലെയിൻ ഒന്നും നമുക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് വീഡിയോസ് കാണും. അതുകൊണ്ട് നോക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.